ലഡാക്കിലെ മഞ്ഞുരുകുന്നു എന്ന് നമ്മൾ കരുതിയിടത്തു നിന്നാണ് പുതിയൊരു വലിയ യുദ്ധകാഹളം മുഴങ്ങുന്നത്. കിഴക്കൻ ലഡാക്കിലെ സംഘർഷങ്ങൾ ശമിക്കുന്നു എന്ന് കരുതിയ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ നെറുകയിൽ ചൈന പുതിയൊരു തന്ത്രവാതിൽ തുറക്കുകയാണ്. സിയാച്ചിൻ ഹിമാനിയുടെ തൊട്ടടുത്ത് പാകിസ്ഥാൻ ചൈനയ്ക്ക് അവിഹിതമായി ദാനം നൽകിയ ഷക്സഗാം താഴ്വരയിൽ ചൈന നടത്തുന്ന നീക്കങ്ങൾ വെറും റോഡ് നിർമ്മാണമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന ഒരു വാളാണ്. എന്താണ് ഷക്സഗാം താഴ്വരയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയേറെ ഗൗരവത്തോടെ പ്രതികരിക്കുന്നത്? പരിശോധിക്കാം. ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും തന്ത്രപ്രധാന മേഖലകളിലൊന്നായ ഷക്സഗാം താഴ്വര ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ചൈനയുടെ ഏകപക്ഷീയമായ ഇടപെടലുകൾ കൊണ്ടാണ്. 1963 പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ചൈനയ്ക്ക് വിട്ടു നൽകിയ ഈ പ്രദേശം ചരിത്രപരമായും നിയമപരമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടത്തുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനുമാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ സിയാച്ചിൻ ഗ്ലേസിയറിന് വടക്കായിട്ടാണ് ഈ പ്രദേശം ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിയാച്ചിൻ എന്നത് വെറും ഒരു മഞ്ഞുമലയല്ല, അത് പാകിസ്ഥാനെയും ചൈനയും അകറ്റി നിർത്തുന്ന ഒരു പ്രതിരോധ കോട്ടയാണ്. എന്നാൽ ഷക്സഗാം താഴ്വരയിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതോടെ ഇന്ത്യയുടെ ഈ പ്രതിരോധം വെല്ലുവിളിക്കപ്പെടും. സിയാച്ചിൻ മുതൽ കാരക്കോറം പാസ് വരെയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ അച്ചുതണ്ടിനെ മുറിച്ചു മാറ്റാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിച്ചേക്കാം. അതുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കത്തെ അതിശക്തമായിട്ട് എതിർക്കുന്നത്. ഈ തർക്കത്തിന്റെ വേരുകൾ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ വിഭജനത്തോളം എത്തുന്നുണ്ട്. 1947 ഒക്ടോബറിൽ മഹാരാജ ഹാരി സിംഗ് ലയനരേഖയിൽ ഒപ്പിട്ടതോടെ ജമ്മുകശ്മീർ മുഴുവനായി ഇന്ത്യയുടേതായി മാറി. എന്നാൽ പിന്നീട് നടന്ന പാകിസ്ഥാൻ അധിനിവേശത്തിലൂടെ ഈ മേഖല പാക് അധീനതയിലായി. 1963 തങ്ങൾക്ക് ഒട്ടും അവകാശമില്ലാത്ത ഈ ഭൂമി പാകിസ്ഥാൻ ചൈനയ്ക്ക് കാഴ്ചവെച്ചു. ഈ കരാർ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇന്ത്യയുടെ വാദം. സ്വന്തമല്ലാത്തൊരു ഭൂമി കൈമാറ്റം ചെയ്യാൻ പാകിസ്ഥാൻ എന്തവകാശമാണുള്ളത്? ന്യൂഡൽഹി ഉയർത്തുന്ന ഈ ചോദ്യം ചൈനയെയും പാകിസ്ഥാനെയും പ്രതിരോധത്തിലാക്കുന്നു. ഇന്ന് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. നമ്മുടെ അതിർത്തികളിൽ നടക്കുന്ന ഏതൊരു ഏകപക്ഷീയ മാറ്റവും രാജ്യം അംഗീകരിക്കില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും ഇവിടെയുള്ള ഓരോ ഇഞ്ച് ഭൂമിയും ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലാണെന്നുമാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. ചൈന തങ്ങളുടെ സ്വന്തം പ്രദേശത്തെ വികസനമെന്ന് ഇതിനെ ലേബൽ ചെയ്യുമ്പോൾ അത് തർക്കപ്രദേശത്തെ യഥാർത്ഥ അവസ്ഥ മാറ്റാനുള്ള ഗൂഢശ്രമമാണെന്നാണ് ഇന്ത്യ തുറന്നു കാട്ടുന്നത്. ലഡാക്കിലെ സംഘർഷം കുറയ്ക്കാൻ ഇന്ത്യയും ചൈനയും ചർച്ചകൾ നടത്തുന്ന ഈ ഒരു വേളയിൽ തന്നെ ഷക്സഗാം താഴ്വരയിൽ ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നത് ചൈനയുടെ ഇരട്ടത്താപ്പാണെന്നാണ് വ്യക്തമാക്കുന്നത്. വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം നടപടികൾ മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ അതൊരിക്കലും രാജ്യത്തിന്റെ പരമാധികാരം പണയപ്പെടുത്തിയോ നിയമവിരുദ്ധ നടപടികൾക്ക് കൂട്ടുനിന്നോ ആയിരിക്കില്ല എന്ന സാരം.